ഹലോ, നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറച്ച് പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൂഗിൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണമല്ലേ. എന്നിട്ടൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓരോ പിക്ചറിൻ്റെ മുകളിൽ വെച്ചിട്ടും സസൂക്ഷ്മം അതിനെ ട്രേസ് ചെയ്യുക. പിന്നെ ട്രേസ് ചെയ്യാൻ പിന്നെ നമ്മളാരും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ട്രേസ് ചെയ്യാന്ന്. ഇതുപോലെ ട്രേസ് ചെയ്താലും ചില ഭാഗങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ മുകളിൽ വെക്കുന്നത് കാരണം ചിലപ്പോൾ തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണവിടെ മൂക്കവിടെ അങ്ങനെയൊക്കെ മാറിപ്പോവും. എൻ്റെത് 3ാമത്തെ പേപ്പറാണ്. കണ്ടോ, ഏകദേശം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കളറിങ് മഹാമഹം നോക്കാം. നമുക്ക് കളർ ചെയ്താൽ ഒന്നും കൂടെ ക്യൂട്ടാവുന്നുണ്ട്. ഇങ്ങനെ ഓരോ പിക്ചറും ഞാൻ ആ പിക്ചറിലുള്ളതുപോലെ ഫോണിൽ കണ്ട അതേ കളറാണ് ഞാൻ കൊടുക്കാൻ ട്രൈ ചെയ്യുന്നത്. ഏകദേശം ആ കളറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ എല്ലാ പിക്ചറിനും ഇതുപോലെ കളർ ചെയ്തെടുക്കുക. നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ സ്റ്റിക്കേഴ്സിന് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റിക്കേഴ്സ് കിട്ടുമായിരുന്നെങ്കിലേ, ഉണ്ടാക്കാൻ അറിയുമായിരുന്നെങ്കിൽ ഭയങ്കര ഈസിയായിരുന്നു. നമ്മളിതുപോലെ ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് വേണം വെട്ടി കൊടുക്കാനായിട്ട്. ഇല്ലേ, ക്യൂട്ടായിട്ടില്ലേ? ക്യൂട്ടായിട്ടുണ്ട്. ഇനി അതുപോലെ ഓരോ പിക്ചറുകളും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കുന്നത്. അല്ലെങ്കിലും നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒറിജിനലാണല്ലോ. എന്നിട്ട് ഈ സ്റ്റിക്കേഴ്സിനെ ഇങ്ങനെ വരിക്കി വെക്കുക. ഒരു ടാപ്പ് എടുത്ത് അതിൻ്റെ മുകളിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്ത എല്ലാവരും വളരെ കൃത്യമായി ആ ടാപ്പിൽ ഒട്ടിയിരിക്കുന്നു. ഇനി ആ ടാപ്പ് മെല്ലെ ഒന്ന് പറിച്ചു നോക്കുക. ശരിക്കും സ്റ്റിക്കേഴ്സായി ഇല്ലേ? ഇനി വളരെ ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത് ഓരോന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് അതിന് ഒരു ചെറിയ തുമ്പിട്ടിട്ട് വേണം നമ്മളിത് വെട്ടിയെടുക്കാനായിട്ട്. ചെറിയ തുമ്പിട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നമുക്ക് ആകെയുള്ള ഗ്ലൂ എന്ന് പറഞ്ഞാൽ ആ ടാപ്പിൻ്റെ ഗ്ലൂ ഉള്ളൂ. എന്നിട്ട് നമ്മളതിനൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് നമ്മളതിനെ ഒട്ടിച്ചു കൊടുക്കും. ഇതിനെയും വെട്ടിയെടുക്കുക. ഇത് തവളയാണെന്ന് തോന്നുന്നു അല്ലേ? തവള തന്നെ ആവും. ഇനി അതേപോലെ തന്നെ ഓരോ പിക്ചറുകളും വെട്ടിക്കൊടുക്കുക. നമ്മുടെ സ്റ്റിക്കേഴ്സ് കുറഞ്ഞു പോയോണ്ട് കുറച്ചുകൂടെ വരക്കാം. ഇനി ഇങ്ങനെ കുറച്ചും കൂടെ ഞാൻ പിക്ചേഴ്സ് വരക്കുന്നുണ്ട്. ഇതിനെ ഓരോന്നിനെയും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വരച്ചെടുക്കുക. ഇപ്പോൾ പാരൻസിനൊക്കെ ഭയങ്കര ഈസിയാണ് ഇങ്ങനെയൊക്കെ സ്റ്റിക്കേഴ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. നമുക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റിക്കേഴ്സിന് കരയാന്നല്ലാണ്ട് സ്റ്റിക്കേഴ്സൊന്നും കിട്ടുന്ന ഒരു മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല. ചോദിക്കുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് വാങ്ങി കാശൊന്നും കളയണ്ട. ഇതുപോലെ ഓരോ പിക്ചറുകളും ഇങ്ങനെ വരക്കാൻ അറിയാത്തവർക്ക് വരെ ട്രേസ് ചെയ്തെടുത്ത് വരച്ച് വെട്ടിയിട്ട് ഇതുപോലെ നേർത്ത് ചെയ്ത് സെയിം പ്രോസസ്സ്. ചെറിയ പിള്ളേരൊക്കെ ഉള്ള ഉമ്മമാർ ഇതുപോലെ കുട്ടികൾക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ചെറിയ സ്റ്റിക്കേഴ്സ് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. വലിയൊരു സമ്മാനം കൊടുക്കുന്നതിനേക്കാൾ അവർക്കിഷ്ടമായിരിക്കും ഇതുപോലുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ചെറിയൊരു ഭാഗം ഒരു തുമ്പിട്ടിട്ട് നമ്മളതിനെ ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഒട്ടിക്കുക. ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ഏകദേശം ഞാൻ വരച്ചെടുത്ത എല്ലാ സ്റ്റിക്കേഴ്സും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. അല്ലേ നമ്മുടെ സ്റ്റിക്കർ ഒറിജിനലാണല്ലോ അല്ലേ? ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഒരു കവറിൽ സ്റ്റിക്കേഴ്സ് എന്ന് ഹെഡിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ എല്ലാവരും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി വെക്കുക. അപ്പം എങ്ങനെയാ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് വായിക്കാമല്ലോ. അപ്പം ഇനി വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം. ബൈ.